ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനീ പോകുന്നത് എൻ്റെ വീടിനടുത്തുള്ള പറഞ്ഞാൽ കുറച്ച് നടക്കണം, ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടാകും. പഴയ ഒരു വീട്ടിലേക്കാണ്. വീടല്ല, ഒരു തറവാടാണ്. കുറച്ച് കാലമായിട്ട് അടച്ചുപൂട്ടി കിടക്കുകയാണ്. വിൽക്കാനായി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊരു പഴയ തറവാടാണ് കേട്ടോ. ഏകദേശം ഒരു 125 വർഷം പഴക്കമുള്ളൊരു വീടാണിത്. അങ്ങോട്ടേക്കാണ് ഈ കയറിപ്പോകുന്നത്. അതിൻ്റെ വഴിയാണിത്. മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. എല്ലാവരും പല പല സ്ഥലങ്ങളിലേക്ക് മാറിയും ജോലി സംബന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കിടക്കുകയാണ്. പഴയ കാലത്ത്, അതായത് ഒരു 70-80 കാലഘട്ടത്തിലൊക്കെ പ്രൗഢിയുള്ള വലിയൊരു തറവാടായിരുന്നു ഇത്. 4 കെട്ടും നടുമുറ്റം എന്നുള്ള രീതിക്കാണ് ഈ വീട് കെട്ടിയിരിക്കുന്നത്. നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഫുള്ള് ചിലന്തി വലിയും അതും ഇതൊക്കെയാണ് കേട്ടോ. ഇതുണ്ടോ, പഴയ രീതിയിലുള്ള കല്ലുകൊണ്ട് സ്റ്റെപ്പ് കെട്ടി വെച്ചിരിക്കുകയാണ്. അതിലൂടെയാണ് ഈ കയറിപ്പോകുന്നത്. അപ്പോൾ എൻ്റെ പുറകെ ക്യാമറയും കൊണ്ട് വരുന്നത് എൻ്റെ അനിയനാണ്. അനിയൻ എന്ന് വെച്ചാൽ കസിനാണ്. അതിന് ശേഷം പതുക്കെയാണ് വരുന്നത്. കുറച്ച് പതുക്കെ എടുക്കാൻ പറഞ്ഞു, അവൻ വല്ലാത്ത പതുക്കെപ്പോയി. ഈ കാണുന്നതാണ് വീട്. പഴയ കാലത്തെ വീടാണ് കേട്ടോ. മുഴുവൻ തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മണ്ണും അന്നത്തെ പഴയ ഇഷ്ടിക അതൊക്കെ വെച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ളൊരു വീടാണ്. ഭയങ്കര ഭംഗിയാണ് പുറമേ നിന്ന് കാണാൻ, അകത്തോട്ട് നല്ല ഭംഗിയാണ്. അപ്പം ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോയിട്ട് വരാം. ഈ വീടിൻ്റെ ഉടമസ്ഥന്മാരിൽ ഒരാളെ നമുക്കറിയാം, എല്ലാവരെയും നമുക്കറിയാം. എന്നാലും നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ താമസം. അയാളോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. പുള്ളി പറഞ്ഞു, നിങ്ങളകത്ത് കയറി എടുത്തോ, വാതിലൊന്നും പൂട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുകയാണ്. പഴയ വീടിൻ്റെ വരാന്ത, കോലായി എന്നൊക്കെ പറയുന്നത്. ഇത് കണ്ടോ, പഴയ സിമെൻറ്റ് തേക്കുന്നില്ലേ, പഴയ റെഡ് ഓക്സൈഡ്, അത് തേച്ച് വെച്ചിട്ടുള്ള വീടാണിത്. ഈ കല്ല് കൊണ്ടുള്ളൊരു സ്റ്റെപ്പ്, അത് ചവിട്ടി കയറുക. ഇരിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം തടി കൊണ്ടാണ് ഇതിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്നത്. പഴയ കാലത്തെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഈ തടികളിൽ ഒരെണ്ണത്തിൽ പോലും ചെതലോ അങ്ങനത്തെ വല്ല കുത്തുന്ന സാധനങ്ങളോ ഒന്നും ഇതുവരെ ആയിട്ടില്ല. ഇത്ര വർഷമായിട്ടും അത് അതേപോലെ നിൽക്കുന്നുള്ളൂ. ഭയങ്കര അതിശയിപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ. ഈ തടികളൊക്കെ ഒരു കുഴപ്പവും ഇല്ല, യാതൊരു ഇത് കേടുമില്ല. പിന്നെ ഈ കാണുന്ന ചുമരിൽ ഈ ചിത്രം കണ്ടോ, അത് പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ. ആരോ വരച്ചതാണ്. പണ്ടത്തെ വാട്ടർ കളറൊക്കെ ഉപയോഗിച്ചിട്ട് വരച്ച ചിത്രമാണ്. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ. നമ്മളിതിൻ്റെ ഒരു വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കിടക്കുകയാണിത്. പഴയ രീതിയിലുള്ള പഞ്ഞിയുടെ കിടക്കൊക്കെ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. എല്ലാം പൊളിച്ച് കിടക്കുകയാണ്. വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമുണ്ട്. മുഴുവൻ ഇരുട്ടാണ് കേട്ടോ. ലൈറ്റ് ഇട്ടിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, പഴയ പോലെ എന്തോ ഒരു സാധനമാണ് അലങ്കാരത്തിന് വെച്ചിരിക്കുകയാണ്. നശിച്ചു പോയി, നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതുണ്ടോ, റൂമിൻ്റെ പുറത്തുള്ള ജനാലയൊക്കെ കണ്ടോ, പഴയ പ്രേത സിനിമകളിലെ പോലത്തെ തോന്നുന്നില്ലേ? ശരിക്കും അതേപോലത്തെ ഒരു ഫീലാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഭാർഗവീ നിലയം പോലത്തെ വീടായിട്ടുണ്ട് ഇപ്പം. പിന്നെ മുകളിലേക്ക് കയറാൻ മച്ചിട്ടുള്ള വീടാണ്. പിന്നെ മുകളിലേക്ക് കയറാൻ കോണിയൊക്കെ ഉണ്ട്. ആ കോണിപ്പടിക്ക് പോലും യാതൊരു വിധ ചെതലോ ഒരു കേട് പോലും ഇന്നും ഇത്രയും നാളായിട്ടും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഭയങ്കര അതിശയമാണ് കേട്ടോ. ഞാൻ കയറുന്നതിൻ്റെ എൻ്റെ പുറകെ ക്യാമറ എടുക്കുന്നതിൻ്റെ കസിനും കയറി വരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, ക്ലിയറായിട്ട് നമുക്ക് കയറാൻ പറ്റും. ഒരാട്ടോ കുലുക്കോ എനിക്കിപ്പോഴും ഇല്ല. അപ്പോൾ ഞാൻ ആ മച്ചിൻ്റെ മുകളിലോട്ട് കയറുകയാണ് കേട്ടോ. കയറാൻ പ്രയാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല നേരത്തെ, പഴയ മരം കൊണ്ടുണ്ടാക്കി വെച്ച് കഴിഞ്ഞാണ്. ഒരു കുഴപ്പമില്ല, നല്ല ഉറപ്പുള്ള സാധനമാണ്. അപ്പം അതിൻ്റെ മുകളിലോട്ട് കയറി നോക്കാം. മച്ചിൻ്റെ മുകളിൽ മരം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ടാണ് ഈ മച്ചവരുണ്ടാക്കിയിരിക്കുന്നത്. അതിന് നല്ല ഉറപ്പാണ് കേട്ടോ. പഴയ കാർഷിക പണിയെടുക്കുന്നതിൻ്റെ കുറച്ച് ഉപകരണങ്ങളാണത് പഴയ കാലത്തുണ്ടായിരുന്നത്. ഇതൊക്കെ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ട്? നില ഒഴുകാനുള്ളതാണ്. മറ്റേ കാളയുടെ ഇതിൽ കെട്ടി വെച്ചിട്ട് നില ഒഴുകുന്ന സാധനമാണ്. അതിൻ്റെ അറ്റത്ത് ഇരുമ്പിൻ്റെ ഒരു ചെറിയൊരു നാക്ക് പോലത്തെ സാധനം വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടായിരുന്നു പണ്ട് നില ഒഴുതുകൊണ്ടിരുന്നത്. ഇപ്പോൾ ട്രാക്ടറായി, അതിന് പകരം പണ്ടുണ്ടായിരുന്നതാണിത്. മുഖം ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല. ഇതൊന്നും ഇപ്പോൾ കാണാനും കേൾക്കാനൊന്നുമില്ല. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ആരും നോക്കാണ്ട്. ഈ സാധനം കണ്ടോ, അതാണിത്. പിന്നെ അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതുണ്ടോ, ഇതൊക്കെ നെല്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള, നെല്ലിൻ്റെ വിളവെടുപ്പും ഉണക്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണിത്.
ഉണ്ട്. ഈ മച്ചയുണ്ട്, ഇത്ര വിശാലമായിട്ടുള്ള മച്ചാണ്. ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു 5-6 പേർക്ക് കിടക്കാം. ഇതാണ് ആ സാധനം, നുകം വെച്ചിട്ടാണ് കാളയുടെ പുറത്ത് കെട്ടി വെച്ചിട്ടാണ് ഇത് കൊണ്ടാണ് നിലവിൽ. ഇത് അതേപോലെ തന്നെ നെൽകൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന മറ്റൊരു പണിയായുധമാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. അച്ഛനൊക്കെ പറഞ്ഞായിരുന്നു, മറന്നു. ഇത് ഐവനാണ് എൻ്റെ ക്യാമറമാൻ. ഉപയോഗിക്കുന്നതാണ് പേര്. കണ്ടോ ഈ മച്ചിൻ്റെ ഈ മരപ്പണിക്കൊന്നും ഇതിന് ഈ മരത്തിനൊന്നും യാതൊരു കേടും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. എൻ്റെ വീടിൻ്റെയൊക്കെ മരത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തലാണ്, ചതൽ കയറും, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രാണി വന്ന് താഴേക്ക് ഇടും. പക്ഷേ ഇതിനൊന്നും ഒരു കേടും വന്നിട്ടില്ല. ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണ്. ഇത്ര കാലമായിട്ടും നശിക്കാതെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ വീടിൻ്റെ ഓരോ സൈഡിലുള്ള വരാന്തകളാണ് കേട്ടോ. എന്താ പുറകിലോട്ട് മാറിയെന്നോ? 4 കെട്ടും നടുമുറ്റമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വവ്വാലൊക്കെ ഉണ്ട്, ശരിക്കും ഒരു പ്രേതഭവനം പോലെ തന്നെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് പണ്ടത്തെ ഒറിജിനലായിരിക്കും, അറിയില്ല. ഇതൊക്കെ വരാന്തപ്പെടുന്നത്. ഇനി കാണുന്നതാണ് ഇതിൻ്റെ നടുമുറ്റം. വെളിച്ചടിച്ചിട്ട് കാണുന്നില്ല. അതെ, ഇത് കണ്ടോ, ഈ ഇരിക്കുന്ന സ്ഥലത്തിന് ഇത് പുറത്ത് കാണുന്നതാണ് നടുമുറ്റം കേട്ടോ. അതിന് ചുറ്റും 4 ടൈപ്പിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതാണ് 4 കെട്ടും നടുമുറ്റം. നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ മറ്റൊരു മുറിയാണിത്. മുറിയല്ല, ഇതൊരു ചാർത്താണ് കേട്ടോ. ചെരിച്ച് കെട്ടി വെച്ചിരിക്കുന്ന ഒരു ചാർത്ത്. അത്യാവശ്യം സ്റ്റോറേജിനൊക്കെ ഉള്ള സ്പേസാണെന്ന് തോന്നുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം അഴിച്ചു വാരി കസരയൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇത് ഈ വീട് പൊളിക്കാൻ കൊടുക്കുകയാണെന്നാണ് നിലവിൽ കിട്ടിയിരിക്കുന്ന വിവരം. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വാങ്ങായിരുന്നു, പക്ഷെ പറ്റില്ല, നല്ല പൈസ വേണം. ഒരു പോത്തിൻ്റെ തലയാണ്, പോത്തിൻ്റെ കൊമ്പ് മുഴുവൻ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ്. പഴയ ടൈപ്പ് ഡോറാണ്. അതെ, നമ്മൾ പഴയ ആട്ടുകല്ല് അരി കാട്ടിയിരുന്നത്. ഇതാണ് വീടിൻ്റെ നടുമുറ്റം. മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. കാണുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ, എന്തിനാണെന്നറിയില്ല. ഇതുണ്ടാവും, ഇതാണ് മച്ചിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ, തടികൾക്കൊന്നും ഒരു കേടുമില്ല. ഒരു കുത്തലോ ഒരു കേടോ ഒരു ചെതലോ ഒന്നുപോലും ചെയ്തിട്ടില്ല. ഇതാണ് അവിടുത്തെ അടുക്കള. ഈ പഴയ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അടുപ്പ്. പുകയില്ലാത്ത അടുപ്പൊന്നുമല്ല, പഴയ കാലത്തുള്ളത്. കാണാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. ഇങ്ങനെയുള്ള വീടുകളൊക്കെ നിങ്ങളെ അറിവിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് ആ വീടിൻ്റെ നടുമുറ്റത്ത് നോക്കുമ്പോൾ ഉള്ള കാഴ്ച. 4 ചുറ്റും കെട്ട്, നടുക്കൊരു മുറ്റം. എന്തായാലും എന്ത് രസമല്ലേ കാണാൻ. പണ്ട് കാലത്തുണ്ടായിരുന്ന മരപ്പണികളാണ് ഇതൊക്കെ അല്ലേ. ആശാരി വെറും കൈകൊണ്ട് ഉളി കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണത്. മിഷനറീസ് ഒന്നും ഇല്ലാത്ത കാലത്ത് കൊത്തി ഉണ്ടാക്കിയെടുത്ത മരപ്പണികളാണ് ഇത് മുഴുവൻ. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. 125 വർഷത്തിൻ്റെ മുകളിലായി ഈ വീട്. നിങ്ങൾ പഴയ സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും, അടുക്കളയിൽ നിന്ന് വെള്ളം കോരാൻ പറ്റുന്ന കിണർ. അതുപോലൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ അടുക്കളയിൽ നിന്ന് ഒരു വാതിൽ തുറന്നാൽ അത് ഈ കിണറ്റിലേക്കാണ്. ഇവിടുന്ന് നേരെ വെള്ളം കോരാം. പഴയ സിനിമകളിലൊക്കെ കാണാൻ തോന്നൂല്ലേ, അടുക്കള തുറന്നിട്ട് വെള്ളം കോരും. അതാണ് ഈ സെറ്റപ്പ്. അത്രയും പഴയതാണ്. ഇതാണ് ഇതിൻ്റെ പുറത്ത് നിന്നുള്ളൊരു ഇതുണ്ട്, അലക്ക് കല്ലാണ് കേട്ടോ, പഴയ കാലത്തെ. ക്യാമറ വീണ്ടും അവർ തന്നെ കൈമാറി. ഞാൻ ക്യാമറേൻ്റെ മുന്നിൽ കയറി അഭിനയിക്കാൻ തുടങ്ങി കേട്ടോ. ഭയങ്കര അഭിനയമാണ്. എന്ത് രസമല്ലേ വീട് കാണാൻ. മുറ്റത്തെ പുല്ലൊക്കെ കുറേശ്ശെയായിട്ട് അവർ ഉടമസ്ഥരെ ചെത്തിയിട്ടിട്ടുണ്ട്. എന്നാലും സൈഡിലോട്ടൊക്കെ നല്ല കാടാണ്. ശ്രദ്ധിക്കണം, പാമ്പും വഴുതാരയൊക്കെ കാണും. നോക്കിയാണ് പോകുന്നത്. ഇതിൻ്റെ ഒരു ദൂരെ നിന്നുള്ളൊരു കാഴ്ചയാണിത്. നല്ല പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു വീടായിരുന്നു ആ കാലത്ത് കേട്ടോ. അതിനെൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു രാജാക്കന്മാരെ പോലെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് ഇവർ. ഇവർക്ക് സ്വന്തമായിട്ട് കുളിക്കാൻ ഒരു കുളം തന്നെ ഉണ്ടായിരുന്നു. അത് കാണിച്ചു തരാം. ഇത് ആ വീടിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്നൊരു ചെറിയ തോടാണ് കേട്ടോ. വീടിൻ്റെ സൈഡിൽ മീൻസ് കുറച്ച് ഇങ്ങോട്ട് മതി. നമ്മൾ തിരിച്ചിറങ്ങി വരികയാണ്. ഇതാണ് ആ വീട്ടിലേക്ക് കയറിപ്പോയിരുന്ന നമ്മൾ നേരത്തെ ആദ്യത്തെ ഇതിൽ കണ്ട സ്റ്റെപ്പ്. ഇത്രയ്ക്കും കാട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും കാണാനൊരു നല്ല ഭംഗിയുണ്ട്. കാണാത്ത വളരെ ഇപ്പോൾ ചെടികളും കാടും വളർപ്പും വള്ളിയൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കാടായിട്ട്.
പഴയ കാലത്ത് വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതില്ലേ, സ്റ്റെപ്പിൻ്റെ 2 സൈഡിലും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് മാത്രം ഉണ്ടായിട്ട് കുളിക്കാനുണ്ടായിരുന്നൊരു കുളം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ സൈഡിലേക്കുന്നൊരു പനയാണ്. ആ കുളമാണ് ഈ കാണുന്നത്. ഇപ്പോൾ വെള്ളമൊന്നുമില്ല, ചതുപ്പായി മണ്ണ് നിറഞ്ഞു കൂടി നാമാവശേഷമായിപ്പോയി. പഴയ കാലത്ത് ഇങ്ങോട്ടേക്ക് പുറത്തുള്ള ആൾക്കാരൊന്നും അവർ കയറ്റത്തില്ലായിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഇപ്പം ആരും കയറുന്നില്ലാണ്ടായി. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് അമ്മയുടെ വോയിസാണ് കേട്ടോ. തീർന്നില്ല, അവർക്ക് സ്വന്തമായിട്ട് ചെറിയൊരു അമ്പലം ഉണ്ടായിരുന്നു. ഈ വീടിൻ്റെ സൈഡിലോട് ചേർന്ന ഒരു കുഞ്ഞമ്പലം. അങ്ങോട്ടേക്കുള്ള വഴിയാണിത്, ഒരു ഓടി വഴി പോലെ. അതെ, ഓടി വഴിയല്ല, ഊട് വഴി. ഇതുണ്ടോ, അവിടെയും കാട് പിടിച്ചെടുക്കാണ്. എന്നാലും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് ആ പരിപാടി, അവരുടെ ചെറിയൊരമ്പലം. അവിടെ പ്രതിഷ്ഠയൊന്നുമില്ല, പൂജയില്ല, അതും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇതൊക്കെ നേരിട്ട് കാണാൻ നല്ല രസമാണ്. ക്യാമറയിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് പ്രതാപത്തിൽ കഴിഞ്ഞിരുന്നൊരു തറവാടായിരുന്നു. ഇപ്പം എല്ലാം നശിച്ചു പോയി. അങ്ങനെയാണല്ലോ, എല്ലാത്തിനും ഓരോ അവസാനം ഉണ്ടാകും. അങ്ങനെ ഇതും അവസാനിക്കുകയാണ്. അപ്പം നമ്മളെ വീഡിയോയും ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തിടുക കേട്ടോ. കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.